48 സീറ്റുകളിലേക്ക് കുതിച്ചു പാഞ്ഞിരിക്കുകയാണ് NDA. എന്തായാലും കൃത്യമായി ഈ NDAയുടെ ഈ കുതിച്ചുചാട്ടം മുഴുവനും അവർ LDF കളത്തിലിറക്കിയാണ്. LDF-ലാണ് തേരോട്ടമാണ്. പ്രവർത്തകർ അഴിമതിക്ക് കരമന അജിത്ത് 2000 വോട്ട് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർക്ക് അഴിമതിക്കെതിരായി കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ നടത്തിയ പോരാട്ടം നൽകിയ പിന്തുണ ഒരു കാര്യം ഉറപ്പു പറയാൻ, ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ തിരുവനന്തപുരത്തെ കാത്തു സൂക്ഷിക്കും. വലിയ സന്തോഷമുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ തിരുവനന്തപുരം കോർപ്പറേഷന് കാത്തു സൂക്ഷിക്കുമെന്നാണ് BJP നേതാവ് VV രാജേഷ് അദ്ദേഹത്തിന്റെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് BJPയുടെ നേതൃത്വത്തിൽ NDA കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ആദ്യമായി BJP കൈയാളുന്നു. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു കോർപ്പറേഷന്റെ ഭരണത്തിലേക്ക് BJP എത്തുന്നു, NDA എത്തുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. മറുവശത്താണെങ്കിൽ UDF-ന്റെ ഒരു തരംഗം തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. LDF-ന് വലിയ തിരിച്ചടി. സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ ഈ LDF-ന് ആ തിരിച്ചടി ഉണ്ടാകുന്നു. ആ കണക്കുകൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. 2020 കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്നെ ആ തിരിച്ചടിയുടെ വ്യാപ്തി വളരെ പ്രകടമാണ്. ഇനി മറ്റ് ശതമാന കണക്കുകളോ മറ്റ് കണക്കുകളോ ഒക്കെ ഉയർത്തിക്കാട്ടി വേണം LDF-നെതിരെ പ്രതികരണം കൂടി നമുക്ക് വരുന്നുണ്ട്. പേട്ട വാർഡിൽ നിന്ന് വിജയിച്ച SP ദീപക് അദ്ദേഹം 1800ഓളം വോട്ടുകൾക്കാണ് വിജയിച്ചത്. മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുകൊണ്ടിരുന്ന ദീപക്കാണ്. അവിടെ ആഹ്ലാദ പ്രകടനം കൂടി നടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം അല്പം വൈകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, എന്റെ വിജയം ആദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള കൊച്ചിയും കണ്ണൂരും കൊച്ചിയും കണ്ണൂരും രൂപത്തിൽ തന്നെ LDF ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് റിസൾട്ട് പൂർണ്ണമായിട്ട് വരട്ടെ. എന്തായിരുന്നാലും മോശമാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവാണ്. റിസൾട്ട് പൂർണ്ണമായി വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രതികരിക്കാം. ഒരു വശത്ത് BJPയുടെ ആഹ്ലാദ പ്രകടനം നടക്കുന്നു, മറുവശത്ത് വിജയിച്ച സ്ഥാനാർത്ഥി SP ദീപക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. വലിയ തിരിച്ചടി ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷ അദ്ദേഹം ഇപ്പോഴും വയ്ക്കുന്നുണ്ട്. നേരെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ 49ആയി NDA അവരുടെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. ഇനി 2 സീറ്റുകൾ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അധികാരവും BJPയും തമ്മിലുള്ള അകലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2 സീറ്റുകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഏകദേശം 10ഓളം സീറ്റുകളുടെ ഫലം ഇനി അറിയാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിഷ്പ്രയാസം BJPക്ക് ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാൻ കഴിയുന്ന, കേവല ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടാകും. തിരുവനന്തപുരത്ത് പുതിയ BJP അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്നുള്ളതാണ്. ഒറ്റക്കെട്ടായി BJPയുടെ നേതൃത്വത്തിൽ വലിയ പല തിരിച്ചടികളും പ്രചാരണ സമയത്തുണ്ടായിരുന്നു. BJPയുമായി ബന്ധപ്പെട്ട 2 നേതാക്കന്മാർ, അതിൽ ഒരാൾ RSS പ്രവർത്തകനായിരുന്നു, മറ്റൊരാൾ BJPയുടെ പ്രധാനപ്പെട്ട മുഖവും നേതാവുമായിരുന്ന വ്യക്തി. അങ്ങനെ 2 പേർ ജീവനൊടുക്കിയൊരു സാഹചര്യം. അങ്ങനെ പല തിരിച്ചടികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് തിരുവനന്തപുരത്ത് BJP ഈ രീതിയിലൊരു മുന്നേറ്റം ഇടത് വലത് മുന്നണികൾക്കെതിരെ മത്സരിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അൺഫിലറ്റ് വിവരങ്ങൾ. തീർച്ചയായും വെറും ഒരു 2 വാർഡുകൾ അല്ലെങ്കിൽ 2 സീറ്റുകൾ മാത്രം അകലെ നിൽക്കെ 49ഇടത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റവുമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA വലിയ രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ക്ലിയർ ചിത്രം നമുക്കറിയാൻ കഴിയും. അതായത് കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞിരിക്കുന്നു NDA എന്നൊരു ക്ലിയർ ചിത്രം ഇനി 2-3 മിനിറ്റുകൾക്കുള്ളിൽ മാത്രം നമുക്കറിയാൻ കഴിയും. ആ രീതിയിലൊരു മുന്നേറ്റം തന്നെയാണ്. തലസ്ഥാനത്തല്ല കേരളത്തിൽ ചരിത്രം കുറിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA 49, LDF 23, UDF 18. LDF 1 സീറ്റ് കൂടി അവർ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. LDF 24ആയി, UDF 18, NDA 49, മറ്റുള്ളവർ 2 എന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലീഡ് നില വന്നിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് വാർഡുകളിലെ ഫലം മാത്രമേ പുറത്തു വരാനുള്ളൂ. അതിൽ 2 സീറ്റുകൾ മാത്രം നേടിക്കഴിഞ്ഞാൽ NDAക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയും, കേവല ഭൂരിപക്ഷം നേടാൻ കഴിയും. ശക്തി കൊണ്ട് തന്നെ പ്രതീക്ഷിച്ചിരുന്ന വിജയമാണ് നമുക്ക് വന്നത്. ഇനി അധിക മാത്രമേ ഉള്ളൂ.
തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലെത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഏതാനും സീറ്റുകളുടെ കാര്യങ്ങൾ കൂടിയുള്ളൂ. ഏകദേശം ബാക്കി സീറ്റുകൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൗൺസിലറിന്റെ മരണം അടക്കമുള്ള അനേകം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കൽ അടക്കമുള്ള വിഷയങ്ങൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കരുത്താവുന്ന വരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ ഭക്തജന സമൂഹം ഒരു ഭരണകൂടത്തിനെതിരെ വർഷങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഒരു ഭരണകൂട സംവിധാനം ഉറപ്പായും ഈ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വിശ്വാസി സമൂഹം തിരിഞ്ഞിട്ടുണ്ട്. വിശ്വാസി സമൂഹത്തിൻ്റെ വോട്ടുണ്ട്, നിഷ്പക്ഷമായ വോട്ടുണ്ട്. ഈ അഴിമതി, തിരുവനന്തപുരം നഗരസഭയുടെ തുടർച്ചയായിട്ടുള്ള അഴിമതിക്കെതിരെയുള്ള ഒരു ശക്തമായ ഒരു വോട്ട് ചെയ്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി മാറ്റിമറിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഒരു അവസരത്തിന്. ആ അവസരം ജനങ്ങൾ വിനിയോഗിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും ബിജെപിയുടെ ആഹ്ലാദ പ്രകടനം പലയിടങ്ങളിലായി നടക്കുകയാണ്. പലയിടത്തും തൃശ്ശൂരിലടക്കം ബിജെപി വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും LDFന് തിരിച്ചടി നേരിടുമ്പോൾ ആലപ്പുഴയിൽ നിന്നും അതിന്റെ വലിയൊരു ആഘാതങ്ങളൊക്കെ വരുന്നുണ്ട്. നഗരസഭകളിൽ UDFന്റെ മുന്നേറ്റമാണ് നമുക്ക് വ്യക്തമായി കാണുന്നത്. ഒപ്പം മാവേലിക്കര, ചെങ്ങന്നൂർ UDF നിലനിർത്തിയിട്ടുണ്ട്. ഒരു നിമിഷം KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശം വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിനുള്ള മറുപടിയാണ്